ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് മൈൻക്രാഫ്റ്റിൽ നമ്മളപ്പോൾ ഇന്ന് ഒരു ലാവ ഫാം ഉണ്ടാക്കാൻ പോവാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ലാവ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാണെന്ന് പറഞ്ഞാൽ ഇതേണ്ട കേട്ടോ, ഇവിടെ ഞാൻ ഒരു ലാവ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലാവ ഫാം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പോയിട്ട് ലാവ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലാവ ഫാം നമ്മൾ ഉണ്ടാക്കാൻ മുന്നേ എപ്പോൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ക്ലിക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഇവനെ എപ്പോഴാണ് ഞാൻ എണ്ണയിപ്പിച്ചേ ഗൈസ്, ഇവനെ ഞാൻ എണ്ണയിപ്പിച്ച് എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, നമുക്കപ്പം അതുണ്ടാക്കാനുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യട്ടെ. ഇതാ വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളുടെ റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മാപ്പ് നമുക്ക് ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കാരണം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് മാപ്പ് ഉണ്ടാക്കുന്നതൊക്കെ. നമ്മളുടെ ഈ വേൾഡ് നമ്മൾ ഇതിലോട്ടൊരു മാപ്പ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, മറ്റേ ലൊക്കേറ്റർ മാപ്പ്. ആ മാപ്പ് എന്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേറ്റർ മാപ്പ് കൂടെ എടുത്ത് കൈപ്പിടിക്കാം. നോക്കട്ടെ, നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് അവിടെ വരെ പോയിട്ട് റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമ്മുടെ ഈ ഉള്ള ഇത്രയും ബെഡേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓൾറെഡി എൻ്റെ ഈ ബെഡുണ്ട്, പിന്നെന്തിനാ ഞാൻ ബെഡ് എടുത്തത്? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു ബെഡ്. ഇൻവെൻട്രി പോയിട്ട് നമ്മുടെ ബെഡിങ് എടുക്കാം നമുക്ക് പെട്ടെന്ന്. ഞാൻ ബെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ഉറങ്ങട്ടെ കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ നൈറ്റ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാനുള്ള എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. ഓ ഗൈസ്, നമ്മുടെ മാപ്പ് ഇതേ അവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയും വലുതാണ് ഗൈസ് നമ്മുടെ മാപ്പ്. സെറ്റല്ലേ? നമ്മളെ വേൾഡ് ഇത്രയും വലുതാണ്. അല്ല, വേൾഡ് അല്ല, സോറി, നമ്മളുടെ ബേസ് ഇച്ചിരി ഉള്ളു. കാണോ, ഒരു തുള്ളേ ഉള്ളു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോർത്ത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ മണ്ടക്കോട്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത്. അപ്പോൾ ഇനിയും നമുക്ക് എല്ലാം ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു കോൾഡർ ഇവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാനെല്ലാം മറന്നുപോയി. അല്ല, ഓർമ്മയുണ്ട്. ഞാനിത് ട്യൂട്ടോറിയലിൽ നിന്നും കാണാതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നാളിലും കണ്ടൊരു ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതേ ഉള്ളു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഡിസ്പെൻസറാന്ന് തോന്നുന്നു. ഡിസ്പെൻസർ തന്നെ. അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഒബ്സർവർ ഉണ്ടല്ലോ ഗൈസ്, ഈ കാണുന്ന സാധനം ഒബ്സർവർ. ഇത് ഒറ്റ ഒരെണ്ണം മതി നമുക്ക്. നമുക്ക് ഇതിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ആരോ കണ്ടോ, ഇത് നോർത്തിലോട്ട് നോക്കിയിരിക്കണം. അത്രയായി. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സ്റ്റോൺ ബ്രിക്ക്, അത് ഇതേപോലെ ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമുക്ക് ഇനിയും പരിപാടിയുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ഷിഫ്റ്റ് ഞെക്കി ഇവിടുന്ന് 1 2 3 ബ്ലോക്ക് മണ്ടക്കോട്ട് പോകണം. എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കിയിട്ട് അങ്ങോട്ട് നീങ്ങി 2 നമ്മുടെ പിക്കാക്സ് എടുത്ത് അടിയിലത്തെ 2 ബ്ലോക്ക് നമുക്ക് മൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് 2 ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ആ ബ്ലോക്ക് വെക്കണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ മണ്ടയ്ക്ക് ബ്ലോക്ക് വെച്ചിട്ട് ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഇത് ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ആ ഒരു ബക്കറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഈ നടുക്കത്തെ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതങ്ങ് പൊടിച്ച് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് താഴോട്ട് ചാടി കൊടുക്കുക. താഴോട്ട് ചാടിയിട്ട് ഈ ഒരു ബ്ലോക്ക് അവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എവിടെ നമ്മളുടെ ഈ ലാവ അല്ല, ട്രിപ്സ്റ്റോണ് എടുത്തിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ട്യൂട്ടോറിയൽ
എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ എൻ്റെ ട്യൂട്ടോറിയൽ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ബോറാണ് എൻ്റെ ട്യൂട്ടോറിയലിൽ നിന്ന്. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ വെള്ളം ഒഴിച്ച് നോക്കണം. വെള്ളം, ഈ ഒരു ലാവ ഫാം വർക്ക് ആകണമെങ്കിൽ വരെ ഇപ്പോൾ വെള്ളം വേണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ ഒരു വെള്ളം ഇതിനകത്ത് ഒഴിച്ചും വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നു ഇതിങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചായിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് മറ്റേ നമ്മളുടെ ഡ്രിപ്പ് സ്റ്റോൺ എടുത്ത് അവിടെ വെക്കണം. അത് ഞാൻ നേരത്തെ വെച്ചായിരുന്നു, പക്ഷേ ഒന്നുകൂടെ കാണിക്കാം. അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു, വീഡിയോ ഓഫാക്കിയപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വെച്ചോട്ടെ. ഓക്കെ, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നോട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞ ഐറ്റം വേണം. അതെന്തുവാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സൗണ്ട് വരുന്നൊരു സംഭവിക്കും. അത് തന്നെ സാധനം. അപ്പോൾ അത് ഒരെണ്ണം വേണം. പിന്നെ നമുക്കിനിയും വേണ്ടത് റെഡ് സ്റ്റോൺ ആണ്. റെഡ് സ്റ്റോണും വേണം. റെഡ് സ്റ്റോണൂടെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ നമ്മുടെ ഫാം. ഇതല്ല, ഇത് നോട്ട് ബ്ലോക്ക്, ഇതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് നൈസായിട്ട് വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ റെഡ് സ്റ്റോൺ ഉണ്ടല്ലോ, റെഡ് സ്റ്റോൺ അത് ഒന്നിവിടെ പിന്നെ ഒന്ന് ഇവിടെ. അത് വെച്ചില്ല, സോറി, ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഒന്നിവിടെയും ഒന്ന് ഇവിടെയും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനിയുമാണ് നമുക്ക് മണ്ടയ്ക്ക് കയറേണ്ടത്. ഇനി നമുക്ക് മണ്ടയ്ക്ക് കയറിയിട്ട് മറ്റേ എന്താണ് സംഭവം വെച്ച് കൊടുക്കണം, ലാവ വെച്ച് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലാവയും കയ്യിലോട്ടെടുത്ത് എനിക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മാറ്റിയിട്ട് ലാവയും കയ്യിലോട്ടെടുത്ത് അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തിരിച്ച് താഴോട്ട് പില്ലർ പൊട്ടിച്ച് താഴോട്ട് വരണം. അപ്പോൾ ഇനിയും ഒരു നോർമൽ ബക്കറ്റ് ഈ കാണുന്നതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഒന്ന് ഇതിനകത്തും പിന്നെ ഒരു വാട്ടർ ബക്കറ്റ്, ഒരു വെള്ളം നിറച്ചൊരു ബക്കറ്റ് അതെടുത്തിട്ട് ഓക്കെ, അതെടുത്തിട്ട് ഇവിടെയും കൂടെ വെച്ച് കൊടുക്കണം. തുറക്കാൻ പറ്റും. തുറന്നു. അതെടുത്തിട്ട് ഇതിനകത്തൂടെ വെച്ച് കൊടുക്കണം. ഇനി ഒരു ബക്കറ്റ് നമുക്കൂടെ വേണം. ഇനി ഒരു ബക്കറ്റ് കൂടെ എടുത്തിട്ട് ആ ബക്കറ്റ് എടുത്തത് ഇതിനകത്ത് വെക്കണം. അപ്പോൾ ഇതിനകത്ത് ലാവ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. ഇത്രയും ചെറിയ മെറ്റീരിയൽസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ലാവ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ആ ലാവ എടുക്കുമ്പോൾ തിരിച്ചു വരുമല്ലോ. തിരിച്ച് വന്നിട്ടുണ്ട്. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ഫാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഫാം? അടിപൊളി ഫാമാണ്. ഇതിനകത്ത് എത്ര വേണമെങ്കിലും എനിക്ക് വെള്ളം എടുക്കാം. വെള്ളമല്ല, ലാവ എടുക്കാം. നമ്മൾ വെള്ളം എടുക്കുന്ന കൂട്ട് നമുക്ക് ലാവ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അതാണ് സത്യം. ഇനി ഞാൻ ജസ്റ്റ് ഈ വെള്ളവും കൂടി ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ആ ലാവ എടുക്കുമ്പോൾ പിന്നെ അതിനകത്ത് ഉണ്ടായി വന്നോളൂ ലാവ. കണ്ടോണം, അതീ കണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാവ ജനറേറ്റർ, ഓട്ടോമാറ്റിക് ലാവ ജനറേറ്റർ. നമുക്കിത് എത്ര ലാവ വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാം, അൺലിമിറ്റഡ് ലാവ ജനറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ലാവ ജനറേറ്റർ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.